ഞാനിപ്പോൾ ഉള്ളത് ടൈംസ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിലാണ്. എല്ലാം കേൾക്കാൻ പറ്റണ്ട ഞാൻ പറയണത്. എല്ലാവർക്കും അമേരിക്കയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് യാത്രാ വീഡിയോസുകളൊക്കെ ഇടാറില്ല. കാരണം വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ബോറിങ് ആവുമല്ലോ, എപ്പോഴും ഇങ്ങനെ യാത്ര തന്നെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ കുറച്ച് കാഴ്ചകളും അങ്ങനെയായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ പോകുന്നത് ഒരു ന്യൂയോർക്കിലെ കാഴ്ചകൾ കാണാനാണ്. ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് വഴി പറയാം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ നേരെ ജേഴ്സി സിറ്റി ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത്. ഇനി കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് ഞാൻ പറയാം. എന്തായാലും നമുക്കിപ്പോൾ പോകാം. ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു തണുപ്പുണ്ട്. ആ ഒരു മൂടിയായിട്ട് ഇരിക്കുകയാണ്. മഴ പെയ്യില്ലാന്നൊക്കെയാണ് തോന്നണത്. എന്തായാലും തണുപ്പുണ്ടാവുമായിരിക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു തണുപ്പ്. പാത്തു എന്താ മൂലയിൽ എടുക്കണേ? വാ പോകാം. പോകാമെന്നാ. ഈ ഇല പറിക്കലാണ് പ്രധാന പണി. ഇപ്പം ഈ ഒരു 1-2 ആഴ്ചയും കൂടി ഉള്ളൂ ഈ ഇലകളൊക്കെ. തന്നെ അങ്ങോട്ടൊക്കെ കൊഴിഞ്ഞു പോകും. ഇപ്പം തന്നെ ജസ്റ്റൊക്കെ ചെറുതായിട്ട് കളറ് മാറിയിട്ടുണ്ടല്ലേ. ഈ ഒരു സീസണിലൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഈ മരങ്ങളിലെ ഇലകളൊക്കെ ഇങ്ങനെ കളറ് മാറിയിരിക്കണോണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ നമ്മുടെ ഇവിടുത്തെ വീടുകളാണ്. നല്ല ഭംഗിയാണല്ലേ വീടുകൾ കാണാൻ. പിന്നെ മാത്രമല്ല ഇവിടുത്തെ വീടുകളുടെ ചുറ്റുപാടും ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിവിടെ ഈ ഒരു സ്റ്റേറ്റിൽ അങ്ങനെ ഒരു നിർബന്ധമുണ്ട് കേട്ടോ. നമുക്ക് വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ചുറ്റുപാടും ഇങ്ങനെ പുല്ല് പിടിപ്പിക്കണമെന്നും അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഇവിടെ എവിടെ നോക്കിയാലും ഇങ്ങനെ പുല്ലൊക്കെ പിടിപ്പിച്ചേക്കണ കാണാൻ സാധിക്കണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂജേഴ്സി കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ന്യൂജേഴ്സിനെ പറയണത് ഗാർഡൻ സ്റ്റേറ്റ് എന്നും കൂടിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ യാത്ര ന്യൂയോർക്കിലേക്കാണ്. ഇതേ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, വെൽക്കം ടു ന്യൂയോർക്ക് എന്ന് എഴുതിയേക്കണത്. നമ്മൾ ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്ക് കടന്നെങ്കിലും നമുക്ക് ആ ഒരു മെയിൻ സിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പാലം കയറിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ വഴി പോയിട്ടുണ്ട്, കാറ് വഴിയൊക്കെ നമ്മൾ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ഇന്ന് പോണത് ബോട്ട് വഴിയാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ അതിൻ്റേതായ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട്. പെട്ടെന്ന് തീരുമാനിച്ചാണ് കേട്ടോ നമുക്ക് ബോട്ടിൽ പോകാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിതേ ആ ഒരു ബോട്ട് ജെട്ടിയുടെ ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും ഇങ്ങനെ റോഡുകളിലൊക്കെ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അതേ ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വണ്ടികളൊക്കെ ഇട്ടേക്കണത്. നമ്മളങ്ങനെ കുറേ നേരം ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറേ ശ്രമിച്ചു നോക്കി കേട്ടോ. എങ്ങും കാണാണ്ടായപ്പോഴാണ് പിന്നെ അതേ നമ്മളൊരു ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ വണ്ടി ഇട്ടത്. വൈകുന്നേരം ആകുന്തോറും ഇങ്ങനെ തണുപ്പ് കൂടി വരും. അതുകൊണ്ട് തന്നെ പാത്തൂനെ കൊണ്ട് ജാക്കറ്റൊക്കെ ഇടിച്ചിട്ടാണ് നമ്മൾ നടക്കണത്. പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ സ്ട്രീറ്റ് കടകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതേ കണ്ടില്ലേ, നല്ല തിരക്കാണ്. കൂടുതലും ഈ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസുകളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഡ്രസ്സുകൾ അങ്ങനെ എല്ലാത്തിൻ്റെ കടകളും ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലായാലും റൈറ്റ് സൈഡിലായാലും ഇഷ്ടമാതിരി കടകളും ഉണ്ട്. ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ആ ഫെറിയുടെ അങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഊടുവഴി കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ ഇത് കണ്ടില്ലേ, ഒരു പയ്യൻ നമുക്ക് കുറേ ചോക്ലേറ്റുകളൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കും തന്നിട്ട് അത്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ. എവിടെ ചെന്നാലും ഇങ്ങനെ വഴിയിലായാലും ശരി മാളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചോക്ലേറ്റുകളൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ അവർ വെക്കും. വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമായാലും വാങ്ങിക്കാമല്ലോ അങ്ങനെ. എന്തായാലും ആ ഒരു രസകരമായിട്ടുള്ള ആചാരങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റാണെന്നേ ആ ചോക്ലേറ്റിനൊക്കെ. നമ്മളങ്ങനെ ഫെറിയുടെ ജെട്ടിയുടെ അകത്തേക്കാണ് കേട്ടോ കയറിയിരിക്കണത്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ വന്ന പോലത്തെ ഒരു പ്രതീതിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല തിരക്കുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞില്ലല്ലോ, ഈ ഫെറി തീർച്ചും ഫ്രീ ആണ് കേട്ടോ നമുക്ക് ന്യൂയോർക്കിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്ത് തിരക്കാണെന്ന് നോക്ക്. പല പല രാജ്യങ്ങളിലുള്ള ആളുകളാണ് കേട്ടോ ഈ ഒരു ഇവിടെ നിൽക്കണത്. ഇതിൻ്റെ കൂട്ടത്തിൽ മലയാളികളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പരിചയപ്പെടാനൊന്നും നിന്നില്ല കേട്ടോ. സംസാരങ്ങൾ കേട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നത്. അങ്ങനെ അതേ നമ്മൾ ഫെറി അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇങ്ങനെ ഭയങ്കര സ്പീഡിലാണ് എല്ലാവരും നടക്കണേ, ഓടെയാണ്. എനിക്ക് തോന്നണ എന്തോ ഇവിടെ ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുമാതിരത്തെ സ്പീഡിലാണ് എല്ലാവരും ഓടണത്. സീറ്റ് പിടിക്കാനാണോ എന്താണോ. അപ്പോൾ ഈ ഒരു ഫെറിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിയ വലിപ്പമാണ്. ഇതിങ്ങനെ നടുക്കുണ്ട്, പിന്നെ രണ്ട് സൈഡിലായിട്ടുണ്ട് നിൽക്കാനായിട്ട്. നമ്മളിങ്ങനെ സൈഡിലായിട്ടുള്ള ഒരു സ്പേസിലൂടെയാണ് ഇപ്പോൾ പോണത്. ഇവിടെ വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യാം, നിന്നും കാഴ്ചകൾ കാണാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ ഞാനൊരു അരികു പറ്റി അങ്ങനെ നിൽക്കണേണ്. അതാവുമ്പോഴാണല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നടുക്കൊക്കെ നിൽക്കണവർക്കൊന്നും കാണാനൊന്നും പറ്റില്ല കേട്ടോ, വെറുതെ ഇരിക്കാനേ മാത്രമേ പറ്റുള്ളൂ. ഞാൻ മാത്രം നിൽക്കണ്, ബാക്കി എല്ലാവരും അവിടെ ഇരിക്കണേണ്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തുട്ട് ഇപ്പോൾ കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഈ ഒരു തിരമാലകളൊക്കെ കണ്ടിങ്ങനെ യാത്ര ചെയ്യാലോ. പിന്നെ കാണുന്ന ബിൽഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് ദൂരെയാണ് കേട്ടോ. കുറേ അങ്ങോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് അടുത്തേക്കൊക്കെ ബിൽഡിങ് കുറച്ചും കൂടി അടുത്ത് നിന്നിട്ടൊക്കെ കാണാൻ പറ്റുള്ളൂ. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു രസം തന്നെയാണല്ലോ. പാത്തു ഇതേ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അവൾക്ക് ഭയങ്കരമായ സംശയങ്ങളൊക്കെയാണ്. അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയൊക്കെ ഇങ്ങനെ പതുക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ അങ്ങനത്തെ ഒരു സംഗതിയൊക്കെ? അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞ സാധനമാണ് ഇത്. എല്ലാ കാണുന്ന ഒരു പ്രതിമ. അതൊരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലം ഉണ്ടോ. നമുക്ക് വേണമെങ്കിൽ ബോട്ടിന് പോയിട്ട് അവിടെ ഇറങ്ങി അവിടെ കാഴ്ചകളൊക്കെ കാണാം. അത് വേറൊരു യാത്രയായിട്ട് കൂട്ടാം. പക്ഷേ ഇന്നത്തെ യാത്രയിൽ നമുക്ക് അങ്ങനെയൊന്നും പറ്റൂല. ജസ്റ്റ് ഈ ഒരു ഫെറിയിൽ ഇന്ന് അതൊക്കെ ഒന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ട്. ഇനിയൊരു യാത്രയിൽ നമുക്ക് എന്തായാലും അത് മാത്രമായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തണുപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ ഇങ്ങനത്തെ യാത്രകളൊന്നും പറ്റൂല. അതാണ് പാട്. ഇത് രാത്രിയാകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടേ കാണാനായിട്ട്. ഇപ്പോൾ വേറൊരു ഭംഗി, രാത്രിയായി കഴിഞ്ഞാൽ വേറൊരു ഭംഗി. അങ്ങനെയാണല്ലോ എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ അടുക്കാറായിട്ടുണ്ട് കേട്ടോ ന്യൂയോർക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്. നമ്മൾ മെയിനായിട്ടുള്ള സിറ്റിയിലൊന്നും എത്തൂല കേട്ടോ നമ്മൾ ഈ ഒരു ഫെറിയിൽ പോയാലും. അതൊക്കെ ഉണ്ട്, നമുക്ക് കാഴ്ചകൾ വഴിയെ കാണാം. നോക്കിക്കോ നിങ്ങൾ. അങ്ങനെ അതേ പതുക്കെ പതുക്കെ ബിൽഡിങ്ങുകളൊക്കെ നമ്മളങ്ങനെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഈ ബോട്ടിനെ കുറിച്ച് പറയാനാണെങ്കിലേ ഈ ബോട്ടിലെ യാത്ര തികച്ചും സൗജന്യമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് 24 മണിക്കൂറുണ്ട് കേട്ടോ ഈ ഒരു ബോട്ട് സർവീസ്. അരമണിക്കൂർ കൂടുമ്പോഴാണ് ഇങ്ങനെ ബോട്ട് പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമായിരിക്കും. സൗജന്യമാണല്ലോ. പിന്നെ കൂടുതലും എനിക്ക് തോന്നുന്നത് വല്ല ജോലിക്കാരോ പിന്നെ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടാവും. കാരണം വെച്ചാൽ ഈ ഒരു ബോട്ട് യാത്രയിൽ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റ് പോയിന്റുകൾ കാണാൻ പറ്റുമോ. ഇപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കണ്ടില്ല, അതുപോലെ ഒരുപാട് പോയിന്റുകളുണ്ട്. എനിക്കെല്ലാം കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് വിവരിച്ച് പറയാത്തത്. നമ്മളിപ്പോൾ സ്റ്റേറ്റൻ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയേക്കണത്. അപ്പോൾ ഇവിടെ നിന്നും ഇനി ന്യൂയോർക്ക് സിറ്റി എത്താനായിട്ട് ഇനിയും നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഫെറിയിൽ എത്തി പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഇവിടെ ഒരുപാട് ഈ ഫുഡിൻ്റെ കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിങ്ങനെ തട്ടുകട പോളില്ലേ, ഇത് കണ്ടില്ലേ, അങ്ങനത്തെ കടകളൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ളൊരു തിരക്കിലാണ്. പിന്നെ അതേ ഒരു ചേട്ടൻ ഇങ്ങനെ ഫുള്ള് ഫ്രൂട്ട്സുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളും വാങ്ങിയായിരുന്നു. മാങ്ങയാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. മാങ്ങയിൽ കുറച്ച് മുളകൊക്കെ ഇടട്ടേന്ന് വെച്ചപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞ്. പക്ഷെ മുളക് പൊടിയൊന്നും അല്ല കേട്ടോ, വേറെ എന്തോ ഒരു സാധനമാണ് അവർ ഇട്ടേക്കണത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മധുരമുള്ള മാങ്ങയിൽ ഇങ്ങനെ എരിവൊക്കെ വെച്ച് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇങ്ങനത്തെ ഐറ്റംസുകളൊക്കെ. ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടൂലേ, അതന്നെ സംഭവം ഇവിടെ. നമുക്കിനി ഇവിടുന്ന് ന്യൂയോർക്കിൻ്റെ സിറ്റിയിലേക്ക് പോകാനായിട്ട് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ബസ് വഴി പോകാം, 2 മെട്രോ ട്രെയിൻ വഴി പോകാം. നമ്മൾ മെട്രോ ട്രെയിനാണ് കേട്ടോ തിരഞ്ഞെടുത്തത്. കാരണം വെച്ചാൽ ബസ്സിൽ പോകാനായിട്ട് നമുക്ക് അത്ര ഒരു വശമില്ല. പിന്നെ എവിടെ കയറണം എങ്ങനെ ഇറങ്ങണമെന്നൊക്കെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ സമയം പോകുമല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു മെട്രോ ട്രെയിൻ തന്നെ പോകാമെന്ന് വിചാരിച്ച് അണ്ടർഗ്രൗണ്ട് മെട്രോ ട്രെയിൻ വഴിയാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ അതേ നമ്മൾ ട്രെയിനിൽ അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റോപ്പാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കയറിയേക്കണത്. അതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ സീറ്റൊക്കെ കിട്ടിയായിരുന്നു. നമ്മളങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇനി നമ്മൾ ഇറങ്ങേണ്ട ആ ഒരു സ്റ്റോപ്പ് എവിടെയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ ഒരു പ്രയാസം. അപ്പോൾ അതേ വേൾഡ് ട്രേഡ് സെൻറ്റർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് ഇപ്പോൾ നിർത്തിയേക്കണം. നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നേക്കണോണ്ടിട്ട് പിന്നെ നമ്മളിവിടെ ഇറങ്ങാൻ നിന്നില്ല. നമ്മുടെ ഉദ്ദേശം ഇതല്ലല്ലോ.
അപ്പോൾ എവിടെയാണ് നമ്മൾ പോണേന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. ആ, നമ്മൾ വന്നേക്കുന്നത് ടൈം സ്ക്വയറിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ടല്ലോ എന്ന്. ശരിയാണ് ട്ടോ, ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ആ കറക്റ്റായിട്ടുള്ളൊരു പോയിന്റിൽ ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല ടൈം സ്ക്വയറിൽ. ആ വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ആ കറക്റ്റ് പോയിന്റിൽ പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വന്നേക്കണത്. അങ്ങനെ ദേ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് മക്കളെ. നിങ്ങളുടെ അങ്ങോട്ട് കാല് കുത്തി കഴിഞ്ഞ് കഴിയുമ്പോഴുണ്ടല്ലോ വേറൊരു ലോകത്ത് വന്ന പോലെയാണെന്ന് തോന്നുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ ആകാശം വിട്ടുള്ള ബിൽഡിങ്ങുകളും ഫുള്ള് ലൈറ്റും ഭയങ്കര ഒരു വൈബാണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. പറഞ്ഞറിയിക്കാൻ പറ്റൂല, അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു ന്യൂയോർക്ക് സിറ്റി എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ആ ട്രെയിനൊക്കെ ഇറങ്ങിയില്ലേ, അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് ടൈം സ്ക്വയറിൻ്റെ അങ്ങോട്ട്. അപ്പോൾ ഈ ഒരു സബ്വേ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ടോ, നമുക്ക് ഏത് ടൂറിസ്റ്റ് പ്ലേസിലും വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അതേ ഒരു രീതിയിലാണ് സബ്വേ ഇവിടെ അറേഞ്ച് ചെയ്തേക്കണത്. ഈ നമ്മൾ നടക്കണ ഈ വഴിയുടെ അടിയിൽ കൂടെയൊക്കെ ആയിരിക്കും ഈ ട്രെയിൻ പോണത്. എന്താല്ലേ, ന്യൂയോർക്ക് സിറ്റിയുടെ അടിയിൽ കൂടെ ഫുള്ള് ട്രെയിനാണ് പോണതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമല്ലേ. അങ്ങനെ ഞങ്ങൾ ആ തിരക്കുകൾക്കിടയിലൂടെയാണ് ആ ഒരു ടൈം സ്ക്വയറിൻ്റെ പോയിന്റിലേക്ക് നടക്കണത്. ഇവിടെ റോട്ടിൽ കൂടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് സിറ്റി ബസ്സിൻ്റെ ടൂറുകൾ ഇങ്ങനെ പോണതൊക്കെ കാണട്ടെ. ആ റെഡ് കണ്ടില്ലേ, അതൊക്കെ ഫുള്ള് ഈ സിറ്റി ബസ് ടൂറിനുള്ള ആളുകളാണ് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരുന്നിട്ടുള്ള ബസ്സിലൊക്കെ ഇരുന്ന് പോകില്ലേ. നമ്മൾ ഇതിന് മുമ്പ് ചിക്കാഗോ പോയിട്ടുണ്ട്, ജോർജിയ പോയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സിറ്റികളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ന്യൂയോർക്കിൽ മാത്രം നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ. നോക്കിക്കോ, എന്തെങ്കിലും ഒരു ദിവസം നമ്മൾക്ക് അങ്ങനെ പോകണമെന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ട്. എന്തായാലും ഇന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ടൈം സ്ക്വയർ മാത്രം കാണാമെന്നുള്ളൊരു രീതിക്കാണ് വന്നേക്കണത്. അതിങ്ങോട്ട് അടുക്കും തോറും തിരക്ക് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വണ്ടികളെക്കാളും കൂടുതൽ ആളുകളെ കണ്ടോ നമുക്ക് കാണാൻ കഴിയുക. കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള ആളുകളെ കേട്ടോ നമുക്കിവിടെ കാണാൻ കഴിയുക. പിന്നെ മാത്രമല്ല എല്ലാവരുടെ കയ്യിലുണ്ട് ഫോണ്. ഈ ഫോട്ടോ എടുക്കലും റീലൊക്കെ എടുക്കൽ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമ്മളൊന്നും ഒന്നും അല്ലാതെ തോന്നിപ്പോകുള്ളൂ. അതുമാതിരത്തെ രീതിയിലാണ് ഓരോരുത്തർ വീഡിയോസുകളൊക്കെ എടുക്കുന്നത്. അതും പ്രായഭേദമന്യായിട്ട് ആളുകൾ വീഡിയോ എടുക്കുന്നത്. എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഏത് വശത്ത് ക്യാമറ വെക്കണോ എന്നുള്ള കൺഫ്യൂഷനാണ്. അത്രയ്ക്ക് തിക്കും തിരക്കും കാണാനും ഭംഗിയാണ്ടോ ഇവിടെ ഉള്ളത്. ഈ ടൈം സ്ക്വയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ന്യൂയോർക്കിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റുകൾ തന്നെയാണ് കേട്ടോ. അതായത് LED സ്ക്രീന്, 3D അങ്ങനത്തെയൊക്കെ പരസ്യങ്ങളാണ് ഈ ഒരു സ്ക്രീനിൽ ഫുള്ള്. അതിങ്ങനെ കണ്ട് നിന്ന് പോകട്ടോ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും. വൈകിട്ട് വന്നം അതാണ് ഏറ്റവും രസം. അപ്പോഴാണ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പരസ്യങ്ങളും ഈ ലൈറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റൂല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. ഒരു തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് വന്ന് കാണാൻ ന്യൂയോർക്കിലുള്ളവർ, ന്യൂജേഴ്സിയിലുള്ളവരൊക്കെ. നമ്മളങ്ങനെ നടന്ന് ആ ഒരു ടൈം സ്ക്വയറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നേക്കാണ്. എൻ്റെ പൊന്നെ, ഇവിടെ ഫുള്ള് ഫോട്ടോ എടുപ്പുകാരാണ് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഇങ്ങനെ ഡ്രസ്സ് കോസ്റ്റ്യൂംസൊക്കെ ഇട്ട ആളുകളാണ്. അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ഓടി വരും കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കട്ടെ എന്നും ചോദിച്ചുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അതൊരു ബിസിനസ്സാണ് അവരുടെ. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അവരെയൊക്കെ കാണാനായിട്ട്. ഈ ടൈം സ്ക്വയറിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ ന്യൂ ഇയറിൻ്റെ സമയം കേട്ടോ. ആ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി വരുന്നത്. അതും 5 ഡിഗ്രി അതിനേലും താഴെ ഡിഗ്രിയിലൊക്കെ തണുപ്പുള്ള സമയത്ത് അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് ഒന്നും അടുക്കാനേ പറ്റില്ല കേട്ടോ. ഭയങ്കര ഒരു സംഭവമാണ് ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ടൈം സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ന്യൂയോർക്കിൽ, അതുപോലെ തന്നെ ടൈം സ്ക്വയറിൽ വരിക എന്നുള്ളത്. അങ്ങനെ ഇവിടെ വരാൻ കഴിഞ്ഞു, ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു, വീഡിയോ എടുക്കാൻ കഴിഞ്ഞു. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് മുമ്പ് വന്ന സമയത്ത് നമുക്ക് ഈ ഒരു കറക്റ്റ് പോയിന്റിലേക്ക് എത്താൻ പറ്റിയില്ല. കാരണം വെച്ചാൽ നമ്മൾ വേറെ സ്ഥലങ്ങളൊക്കെ ഓടി നടന്നുകൊണ്ടേ അങ്ങനെ അധികം അങ്ങനെ നടക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളിതേ പിസ്സ കഴിക്കാൻ പോവുകയാണ്. ന്യൂയോർക്കിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ്
മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ട് പിസ്സ. ഇവിടുത്തെ പിസ്സക്ക് പ്രത്യേക ടേസ്റ്റാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും കിട്ടൂല കേട്ടോ ഇത്രയ്ക്ക് ടേസ്റ്റുള്ള പിസ്സ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് പിസ്സകളുണ്ട്. നമ്മൾ ചിക്കൻ പിസ്സയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ കുഞ്ഞു റെസ്റ്റോറൻ്റാണ്, ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിന്നൊക്കെയാണ് പിസ്സ കഴിക്കാനുണ്ടായത്. അപ്പോൾ നമുക്കും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ന്യൂയോർക്കിൽ വന്നിട്ട് പിസ്സ കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒന്ന് ടേസ്റ്റ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അതേ നമ്മൾ ചിക്കൻ ബാർബിക്യൂ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളും ഈ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. നമ്മളങ്ങനെ പിസ്സ കഴിച്ചു ന്യൂയോർക്കിൽ നിന്ന്. അടിപൊളി പിസ്സ, ഒരുപാട് ഫ്ലേവർ ഉണ്ടായിരുന്നു. നമ്മളൊരു ഫ്ലേവറാണ് കേട്ടോ വാങ്ങിയത്. നല്ലായിരുന്നു കേട്ടോ, നല്ല അടിപൊളി സോഫ്റ്റ് പിസ്സ. ഇവിടെ മര്യാദക്കൊന്നും നിൽക്കാനാ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ഭയങ്കര തിക്കും തിരക്കും. ഒരു കണക്കിന് തിന്നിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിനി തിരിച്ചു പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പോകുന്ന വഴികളിലൊക്കെ ഒരുപാട് സ്ട്രീറ്റ് കടകളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടാണ്. ഡ്രസ്സിൻ്റെ, ഫുഡിൻ്റെ, പിന്നെ ബാഗുകൾ, അങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് ഈ ഒരു വഴിയിൽ കാണാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ തിരക്കാണ് കേട്ടോ. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത തിരക്കുകളാണ്. ഇത് കണ്ടില്ലേ എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ ഈ ഒരു ടൈം സ്ക്വയർ കാണാനായിട്ട് വന്നേക്കണത്. ഇവിടെ കൂടുതലും ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞ്. ലെഫ്റ്റ് സൈഡിൽ ഡിസ്നിയുടെ ഒരു ഷോപ്പ് കണ്ടിട്ടാണ്. ഡിസ്നിയുടെ അവിടെ ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ബൊമ്മാസുകളൊക്കെ നമുക്ക് അവിടെ ഒരു ഷോപ്പിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് പോകുന്ന വഴിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കൂടുതൽ നേരം നമ്മളങ്ങനെ നിന്നില്ല കേട്ടോ. കാരണം വെച്ചാൽ നമുക്കിനി ട്രെയിനിൽ കയറണം, ബോട്ടിൽ കയറണം, കുറേ യാത്രകൾ ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വെറുതെ അവിടെ ഇവിടെ നിന്നില്ല. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ മെട്രോയിൽ കയറാനായിട്ട് മെട്രോ സ്റ്റേഷനിലേക്കാണ് വന്നേക്കണത്. നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ സെയിം മോഡലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോണതും. ഇത്തരം മ്യൂസിക് ഷോകൾ നമ്മൾ ഒരുപാട് വഴിയരികിൽ കണ്ട് ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സ്റ്റേറ്റൻ ഐലൻഡിലേക്കാണ് പോണത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ടൈം സ്ക്വയറിൻ്റെ ഒരു സ്റ്റോപ്പാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് കയറാനായിട്ട് എന്തോരം ആളുകളായിരുന്നു അറിഞ്ഞാൽ. അങ്ങനെ കുറേ നേരം ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു ഐലൻഡിലെത്താൻ. ഇനി ഇവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ. നേരെ നമ്മൾ ആ ഒരു ജെട്ടിയുടെ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ചെല്ലണത്. ഇത് കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ ഈ ഒരു ഫെറീന്നൊക്കെ എഴുതിയേക്കണ കാണാൻ. പകൽ കണ്ട പോലെ അല്ല അല്ലേ, രാത്രി ആയപ്പോഴത്തേനും വേറെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടപ്പോഴേ നല്ല രസം. ഈ ഒരു നേരമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ വൈകിട്ട് ഇങ്ങോട്ട് വരാൻ നേരത്തെ എന്ത് തിരക്കായിരുന്നല്ലേ. പക്ഷേങ്കിൽ രാത്രി ആയപ്പോൾ വലിയൊരു തിക്കും തിരക്കൊന്നും കണ്ടില്ല. പക്ഷേങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് ആളുകൾ ഓട്ടത്തിന് കുറവൊന്നുമില്ല കേട്ടോ. എല്ലാവരും നല്ല ഓടി തകർത്ത് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പതിവ് പോലെ തന്നെ ഈ ഒരു സൈഡിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും പറ്റണില്ല. ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് ഫുള്ള് ഇത് കണ്ടില്ല, അകത്താണ് നമുക്ക് കാഴ്ചകൾ കാണുന്നത്. വീഡിയോയിൽ അങ്ങോട്ട് ക്ലിയർ ആവണില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അവിടെ സീറ്റിൽ തന്നെ ഇരിപ്പ് ഉറപ്പിച്ച്. കാരണം വെച്ചാൽ വെറുതെ അവിടെ നിന്നിട്ട് എന്താ കാര്യം, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു അരമണിക്കൂർ യാത്രയാണ് ഉണ്ടായിരുന്നത്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി വന്നപ്പോഴും ഞാൻ ഓടിപ്പോയി നോക്കി, പക്ഷേ അപ്പോഴും ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ബോട്ട് എടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ നടുക്കുള്ള ഭാഗത്തു കൂടിയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് കാഴ്ച കാണാമല്ലോ എന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. കൂടാതെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ അരമണിക്കൂറാണെങ്കിലും ഫുഡ് കഴിക്കുന്നവരുണ്ട്. പിന്നെ വർക്ക് ചെയ്യണവരെ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു ടൈം ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ബോട്ട് യാത്രയും അതുപോലെ തന്നെ മെട്രോ ട്രെയിനും ഒക്കെ അടിപൊളി തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് നമ്മുടെ
വണ്ടി പാർക്ക് ചെയ്തേക്കണ ഭാഗത്തേക്കാണ് കേട്ടോ. ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ ആ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയ ഏരിയയാണ്. ആ സമയത്ത് ഇവിടെ ഫുള്ള് കടയായിരുന്നില്ലേ കച്ചവടക്കാരെ കൊണ്ട്. പക്ഷെ ഇപ്പോൾ നോക്കിക്കണ്ടേ ഒന്നുമില്ല അല്ലേ. അങ്ങനെ നമ്മളിതേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തോടത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് റെസ്റ്റോറൻറ്റിലേക്കാണ്. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ന്യൂയോർക്കിൻ്റെ ഭാഗത്താണല്ലോ എത്തിയേക്കണത്. അങ്ങനെ നമ്മളിതേ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൻ്റെ ആണ് വന്നേക്കണത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സീറ്റൊക്കെ ഒഴിഞ്ഞെടുക്കണമെന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്രഭാഗത്തൊക്കെ നല്ല തിരക്കാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അവരൊരു റൊട്ടിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടാണ്. അപ്പോൾ ഇത് ചിക്കൻ വിത്ത് റൈസാണ്. പിന്നെ അതിൻ്റെ കൂടെ മയോണൈസൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ചിക്കൻ ഇങ്ങനെ ബാർബിക്യൂ ചെയ്തിട്ടുള്ളൊരു ചിക്കനായിരുന്നു. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഷവർമ്മയാണ് കേട്ടോ, ചിക്കൻ്റെ. ഒരു ഷവർമ്മ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, നല്ല വലിപ്പമുണ്ട് ഈ ഒരു ഷവർമ്മ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഫ്രൈസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഇവിടെ ഷവർമ്മ കൊണ്ടുവെക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ചെമ്മീൻ വിത്ത് റൈസാണ്. ചെമ്മീൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടാണ്, അതിൻ്റെ കൂടെ റൈസും മയോണൈസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ ഐസ്ക്രീമും 2 ടൈപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഫുഡായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുഡുകളൊക്കെ തന്നെ അടിപൊളിയായിരുന്നു. പാകിസ്ഥാനി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോണത്. കുറച്ച് ദൂരം, 1 മണിക്കൂറോളം ഉണ്ട് ഇനി നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ന്യൂയോർക്കിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ന്യൂയോർക്കിൽ ഇനിയും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് കാണാൻ പറ്റൂല. ഇതുപോലെ ഓരോന്നായിട്ട് വേണം കാണാനായിട്ട്. എങ്കിലുള്ളൂ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും പുതിയ അമേരിക്കൻ കാഴ്ചകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.